എനിക്ക് യോബിന്റെ പിള്ളേരെ പറ്റി ഒരു അഭിനന്ദനീയമായ കാര്യം, പിള്ളേരെല്ലാം കൂടെ മൂത്ത ചേട്ടന്റെ വീട്ടിൽ ഒന്നിച്ചു കൂടിയല്ലോ 10 എണ്ണവും. നമ്മുടെ ഇടയിൽ 10 എണ്ണം 10 സഭയിലായിരിക്കും. മൂത്തവൻ ചർച്ച കൂട്, രണ്ടാമത്തവൻ IPC, മൂന്നാമത്തവൻ അസംബ്ലീസ് കൂട്, നാലാമത്തവൻ ജാരോൻ, അഞ്ചാമത്തവൻ കല്ലുമല, ആറാമത്തവൻ സിയോൺ സംഘം, ഏഴാമത്തവൻ ന്യൂ ഇന്ത്യ, എട്ടാമത്തവൻ ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ച്, ഒമ്പതാമത്തവൻ ഏത് സഭയില പറ. ഷാരോനൊക്കെ പറയാം, അവന് മൂന്നാമത്തവൻ ഷാരോനിൽ പോയി. അത് തള്ളയാ, അത് ഞാൻ പിന്നെ പറയാം. ആ ബാപ്റ്റിസ്റ്റ് 9ാമത്തവനെ അത് പറയാന്ന്. 10ാമത്തവൻ സിയോൻ അസംബ്ലി, അവിടെ ആന്നാ പുള്ളി പോകുന്നേ. ആയിക്കോട്ടെ, തള്ളയിറണമുണ്ട് TPM-ലും. മൂത്തവന്റെ യോഗം അവിടെ യോഗം വെച്ചാൽ പറയും നമ്മുടെതല്ല, അവരുടെ യോഗം പോകണ്ടെന്ന് പറയും. നടുവത്തവന്റെ വീട്ടിൽ യോഗം വെച്ചാൽ യോഗം പറയും നമ്മുടെ സഭയല്ല. എല്ലാവരും കൂടെ എങ്ങോട്ട് പോകാനിരിക്കുക? അല്ല, എല്ലാവരും എങ്ങോട്ട് പോകാനിരിക്കുക? എവിടെ ആന്നേ? എവിടെ പോവാ? അത് പാട്ട് പാടുന്ന സ്വർഗ സിയോൻ പുരികിലെത്തിയിട്ടാൽ മിക്കവാറും എടാ ആദ്യം ഇവിടെ ഒന്ന് സഹകരിക്കേ. കക്ഷി പക്ഷ വർഗ വർണ്ണ വ്യത്യാസം കൂടാതെ ഇവിടെ ഒന്ന് കൈ കൊടുക്ക്, സഹകരിക്കേ, കൂട്ടായ്മ കൂടെ. ഏതായാലും ഈ രാത്രി യോഗത്തിൽ പല വിഭാഗത്തിൽപ്പെട്ടവര്, പല സഭകളിൽപ്പെട്ടവര് വന്നല്ലോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. സ്വർഗത്തിൽ അങ്ങനെ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ചിതറിപ്പാർക്കുന്ന, അവിടെയും ഇവിടെയും ചിതറിപ്പാർക്കുന്ന വിശുദ്ധന്മാരാകാകളത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ രൂപാന്തരപ്പെട്ട് ഉയർത്തു വരുന്നവരും രൂപാന്തരപ്പെട്ട് വരുന്നവർ അവരൊന്നിച്ചാ അവിടെ ഇരിക്കുന്നത്. അവിടെ IPC-യുടെ ബോർഡില്ല, ചർച്ച് കോഡിന്റെ ബോർഡില്ല, അസംബ്ലീസ് കോഡിന്റെ. നിങ്ങളെല്ലാരും എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത് എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒരു കാര്യം വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ പറയാം. രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന്, രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിനെ കാണുമ്പോൾ ഒരു തുടിപ്പ. സഭയുടെ ബോർഡ് നോക്കി അല്ല കൈ കൊടുക്കേണ്ടത്, സംഘത്തിന്റെ ബോർഡ് നോക്കി അല്ല കൈ കൊടുക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കാശിന്റെ മുഷ്ക് നോക്കി അല്ല കൈ കൊടുക്കുന്നത്, കളറ് നോക്കിയല്ല. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലിന്, രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിനെ കാണുമ്പോൾ ആത്മാവ് തമ്മിൽ ഒരു അടുപ്പോ പൊരുത്തോ. അതില്ലെങ്കിൽ നീ ശരിയായിട്ട് രക്ഷിക്കപ്പെട്ട ആളല്ല, നീ തട്ടിപ്പ. രക്ഷിക്കപ്പെട്ടതല്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ പിള്ളേരെല്ലാം കൂടെ മൂത്ത ചേട്ടന്റെ വീട്ടിൽ ഒന്നിച്ചു കൂടി. ഞാൻ പറയാറുണ്ട്, ദൈവമക്കളെല്ലാം കൂടെ ഐക്യപ്പെട്ട് നിന്നാൽ തന്നെ എന്തൊരു ഐക്യമാണ്. നമ്മുടെ ഐക്യ കൺവെൻഷൻ ഒരെണ്ണത്തിനും ഐക്യമില്ലെന്നുള്ളതാണ് ഐക്യ കൺവെൻഷൻ. അതിൽ ഒരാൾക്കും ചില സമയം കൊടുക്കാതിരുന്നത് അന്നേരം പറയും ഐക്യം. മൈക്കിന്റെ ചാനെടുത്തായിരിക്കും അടിക്കുന്നത്. പേരെന്നെ എന്റെ വിഷയം അല്ലാത്തതുകൊണ്ട് ആ ഭാഗത്തോട്ട് ഇപ്പൊ പോകുന്നില്ല. ദൈവത്തിന് മഹത്വം. ദൈവമക്കൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണ്ടേ? ഞാൻ എപ്പോഴും പറയും, ഈ ലോകത്തിലുള്ള ക്രിസ്ത്യാനികളെല്ലാം കൂടെ ഒറ്റക്കെട്ടായിരുന്നെങ്കിൽ എന്ത് നല്ലതാ. ക്രിസ്ത്യാനികൾ ഒറ്റക്കെട്ടായിട്ട് മറ്റുള്ളവർക്ക് ദോഷം ചെയ്യണമെന്നല്ല ഈ പറഞ്ഞത്. ഒരു ഐക്യത വേണ്ടേ? ക്രിസ്ത്യാനികളെല്ലാം അങ്ങ് പോട്ടെ, പെന്തിക്കോസുകാരെല്ലാം കൂടെ ഐക്യത ഉണ്ടായിരുന്നെങ്കിൽ. ഇനി പെന്തിക്കോസ് എല്ലാം അങ്ങ് പോട്ടെ, ഇതിപ്പം നമ്മുടെ സിയോൺ സംഘത്തിലുള്ളവരെല്ലാം കൂടെ, പിന്നെ ഇത് സിയോൺ സംഘം മൊത്തം പോട്ടെ, ലോക്കൽ സഭയിലുള്ളവരെല്ലാം കൂടെ ഒറ്റക്കെട്ടായിരുന്നല്ലോ. ലോക്കൽ സഭയും പോട്ടെ, വീട്ടിലുള്ളവരെല്ലാം കൂടെ
ഒറ്റക്കെട്ടായിരുന്ന കുടുംബ പ്രാർത്ഥനയെങ്കിലും മുടങ്ങാതെ നടക്കുമായിരുന്നല്ലോ. സ്തോത്രം ആട്ടെ. ഈ ഇയ്യോബിന്റെ പിള്ളേരുടെ ഒരു വിശേഷത, പിള്ളേരെല്ലാം കൂടെ മൂത്ത ചേട്ടന്റെ വീട്ടിൽ ഒന്നിച്ചു കൂടി. എന്തിനേറെ ഇവരൊന്നിച്ചു കൂടി ഇങ്ങനെ സന്തോഷിച്ച സന്ദർഭത്തിൽ പെട്ടെന്ന് മരുഭൂമിയിൽ ഒരു കൊടുങ്കാറ്റ് വന്ന് പെരയുടെ 4 മൂലയ്ക്ക് മടിച്ച് പെര കുഞ്ഞുങ്ങടമേൽ വീണ് ഇയ്യോബിന്റെ തലമുറയെല്ലാം മരിച്ചു. പിശാച് സമ്പത്ത് മുഴുവൻ തകർത്തു. ദൈവം അനുവദിച്ച തലമുറയെ 10 തട്ടി. പിശാച് ഇങ്ങനെ മാറി നിൽക്കുക ഇയ്യോബിന്റെ പരാജയത്തിന്റെ പാട്ട് കേൾക്കാൻ. കാരണം ഒരു മനുഷ്യന്റെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഈ ലോകത്തിൽ പാർക്കുമ്പോൾ തലമുറ അവന് വലുതാ, സമ്പത്തും വലുതാ. അത് രണ്ടും പിശാച് അടിച്ചു തകർത്തു. ഇത് രണ്ടും തീരുമ്പോൾ സാധാരണക്കാരൊക്കെ ക്ഷീണിക്കും, മടുക്കും. ചിലർ പിറുപിറുക്കും, ചിലർ പിന്മാറാൻ സാധ്യതയുമുണ്ട്. ചിലർ ദൈവത്തോടുള്ള സ്നേഹത്തിന് ഭംഗം ഉണ്ടാകും, ദൈവത്തെ പഴിച്ചു പറയും. അപ്പോൾ ഈ സമ്പത്ത് മുഴുവൻ തകർത്തു, തലമുറയെ മുഴുവൻ തകർത്തിട്ട് പിശാച് എന്റെ ഭാഷയിൽ പറഞ്ഞ മാറി നിൽക്കുക ഇയ്യോബിന്റെ പരാജയത്തിന്റെ പാട്ട് കേൾക്കാൻ. അങ്ങനെ നിൽക്കുമ്പോൾ ഭക്തൻ പരാജയത്തിന്റെ പാട്ടല്ല പാടിയത്. ഇയ്യോബ് പറയുക, യഹോവ തന്നു, യഹോവ എടുത്തു, അവിടുത്തെ പൊന്നുനാമം വാഴ്ത്തപ്പെടട്ടെന്ന്. എന്റെ ഭാഷയ്ക്ക് പറഞ്ഞാൽ ഇയ്യോബിന്റെ പരാജയത്തിന്റെ പാട്ട് കേൾക്കാൻ പിശാച് നിന്നപ്പോൾ ഭക്തൻ പരാജയത്തിന്റെ പല്ലവി അല്ല പാടിയത്. ഭക്തൻ പ്രത്യാശയോടെ പറഞ്ഞു, എന്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല, സകലത്തിന്റെ അധികാരി എന്റെ കർത്താവാ. ഈ തലമുറ മാറ്റപ്പെട്ടു, അതെന്റെ ദൈവം അറിഞ്ഞു കൊണ്ടുപോയതാ. എന്റെ സമ്പത്ത് മുഴുവൻ പോയി, അത് ദൈവം അറിഞ്ഞ. ദൈവത്തിന്റെ പൈതലെ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, നിന്റെ സമ്പത്തും തലമുറയും ദൈവം തരുന്നതാ. ദൈവം അറിയാതെ നിനക്കൊന്നും വരികയില്ല. ഇന്ന് രാത്രി ദൈവത്തെ പറയരുത്, ത്യജിക്കരുത്, പഠിക്കരുത്, നിന്ദിക്കരുത്. നീ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കഷ്ടങ്ങൾ എത്രയേറിലും കലങ്ങിടാതെ നിത്യവും, കഷ്ടങ്ങൾ എത്രയേറിലും കലങ്ങിടാതെ നിത്യവും, ദുഷ്ടന്റെ ഘോര ദൃഷ്ടിയിൽ പതിച്ചിടാതിന്നോളവും, ദുഷ്ടന്റെ ഘോര ദൃഷ്ടിയിൽ പതിച്ചിടാതിന്നോളവും, കണ്ണിൻമണിക്കു തുല്യമായി എണ്ണുന്നതിന് തക്കതായി സ്തുതിച്ചിടാ. കണ്ണിൻമണിക്ക് എന്നന്തരംഗമേയവന്റെ നന്മകൾ മറപ്പതോ, എന്നന്തരംഗമേയവന്റെ മറപ്പതോ, എന്നുള്ളമേ സ്തുതിക്ക നീ യഹോവയെ നിരന്തരം, എന്നുള്ളമേ സ്തുതിക്ക നീ യഹോവയെ നിരന്തരം. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കേ. ഇയ്യോബിന്റെ പരാജയത്തിന്റെ പല്ലവി കേൾക്കുവാൻ, പാട്ട് കേൾക്കുവാൻ പിശാച് കാത്ത് വീക്ഷിച്ചപ്പോൾ ഭക്തൻ പരാജയത്തിന്റെ പല്ലവിയല്ല പുലമ്പിയത്. ഭക്തൻ പറയുക, ദൈവം തന്നു, എന്റെ ദൈവം എടുത്തു, അവിടുത്തെ പൊന്നുനാമം വാഴ്ത്തപ്പെടട്ടെ. കാരണം പറയാം, കാരണം ഇയ്യോബിനറിയാം സ്വർഗത്തിനും ഭൂമിയിലെ സകല അധികാരവും കർത്താവിനാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്റെ ഭാഷ പറഞ്ഞ പിശാച് ഇളിപ്യനായി, ലജ്ജിച്ചു. പിന്നെ പിശാചിന്റെ ഒരു 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 പ്രകൃതി, പിശാച് തോറ്റുപോയി. പക്ഷെ പിശാചിന്റെ ഒരു പ്രകൃതി, തോറ്റാലും ഇവൻ പുറകോട്ട് പോകില്ല, പിന്നെയും വന്ന് തോണ്ടും. അല്ലേ? എത്ര പ്രശ്നങ്ങൾ നീ പ്രാർത്ഥിച്ച് ജയിച്ചു, പിന്നെയും തോണ്ടുകല്ലേ. അവന്റെ തൊഴിലതാ. യാതൊരു ജാള്യതയോ ലജ്ജയോ അപമാനമോ അതൊന്നും പുള്ളിക്ക് വിഷയമല്ല. അവൻ വീണ്ടും വന്ന് തോണ്ടും. ചില രൂക്ഷമായ പ്രശ്നങ്ങൾ പിശാച് കൊണ്ടുവന്ന് ഈ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ജയമെടുത്തതാ. എന്നാ പിശാച് ഓർത്ത്, എന്നാ ഞാൻ തോറ്റു പോയതാ, ഇനിയും കുഞ്ഞന്നാമ്മയുടെ പോകുന്നില്ല, വിഷയമായിട്ട് പോയില്ലല്ലോ. അവൻ പിന്നെ പിറ്റേ മാസം വന്നില്ലേ. അവന്റെ പ്രകൃതി അങ്ങനെ. വായിച്ചേ മോളെ, രണ്ടിനൊന്ന് വായിച്ചു. പിന്നെയും ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. സാത്താനും അവരുടെ കൂട്ടത്തിൽ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. പിന്നെയും വന്നല്ലോ. 1-ാം അധ്യായത്തിൽ വന്ന് തന്ത്രമുണ്ടാക്കി തോറ്റ് തുന്നം പാടിയവൻ, എന്നാ പുറകോട്ട് പോകണ്ടേ. 2-ാം അധ്യായം പഠിക്കും, അവൻ പിന്നെയും വന്ന് നിൽക്കുക.
യാതൊരു ലജ്ജയില്ല. ഇതിന്റെ ഒരു ആത്മീയ അർത്ഥം പറയാം. മരണം വരെയും പ്രശ്നമുണ്ട്. നീ 3 ഇരുന്നാലൊന്നും പ്രശ്നം മാറുകയല്ല. ഇരിക്കുന്ന പ്രശ്നത്തിന് ചിലപ്പോൾ പരിഹാരം വരും, അടുത്തത് 4 കയറി വരും. പ്രവാചകനും പ്രവാചകിയും എന്ന് പറയാം, അമ്മാമ്മ 3 ഇരുന്നാൽ മതി, വിടുതല. ഉടനെ തള്ള 3 ഇരുന്ന് കഞ്ഞിയും വെള്ളവും കുടിക്കാതെ. അത് കഴിഞ്ഞപ്പോൾ 6 തരത്തിലാ പ്രശ്നം. ഉടനെ പ്രവാചകി വന്ന് പറഞ്ഞ, അമ്മാമ്മ 7 ഇരുന്നോളാൻ, പൂർണ്ണ വിടുതല. ഉടനെ 7 ഇരുന്നപ്പോൾ 15 വർഷമാണ് പിന്നെ വരുന്നത്. അപ്പൊ ലോക പ്രശസ്ത പ്രവാചകൻ പറഞ്ഞു 21 ഇരുന്നോളാൻ. 21 ഇരുന്നു. അന്നേരം താണ്ട് അതിലും രൂക്ഷമായ പ്രശ്നം. അന്നേരം വലിയ വേൾഡിലെ പ്രവാചകൻ എന്ന് പറഞ്ഞു 40 ഇരുന്നോളാൻ. ചുരുക്കി പറഞ്ഞ, നീ കഞ്ഞിയും വെള്ളവും കുടിച്ച് യാകുകയല്ല. എന്നും ഉപവസിക്കരുതെന്നല്ല ഈ പറഞ്ഞത്. നിന്റെ മരണം വരെയും പ്രശ്നങ്ങളുണ്ട്. അതിന് കാരണം കൂടെ പറയാം. ഒന്നെങ്കിൽ മരണം, അല്ലെ കർത്താവിന്റെ വരവ്. അതുവരെ നമുക്ക് പോരാട്ടങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെന്ന്. അതെന്നാ? ഒന്ന്, ഈ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടന്നിട്ടില്ല. 2, ഈ ഭൂമിയിലാണ് നമ്മൾ പാർക്കുന്നത്. അതുകൊണ്ട് മരണം വരെയും പ്രശ്നങ്ങളുണ്ട്. പക്ഷേ തളർന്നു പോകരുത്, ക്ഷീണിക്കരുത്. സകല പ്രശ്നങ്ങളെ അതിജീവിക്കാൻ ദൈവം കൃപ പകരും. അതിനെ കീഴ്പ്പെടുത്തുവാനും ജയിക്കുവാനുള്ള ദൈവകൃപ ദൈവ ഉയരത്തിൽ നിന്ന് നിന്റെ മേൽ പകരും. കൃപയെന്ന് ഏർപ്പോടെ ആണിക്കല്ലും കഴിയറ്റും. നിന്റെ മുമ്പിലുള്ള മഹാപർവ്വതത്തെ ദൈവ സമഭൂമിയാക്കി തീർക്കും. സെരുബ്ബാബേലിന്റെ മുൻപിലുള്ള മഹാപർവ്വതമേ നീ ആർ. അത് സൻബല്ലത്താകട്ടെ, തോബിയാവാകട്ടെ, ഹുൽദ എന്ന പ്രവാചകയാകട്ടെ, ഏത് പ്രശ്നമാകട്ടെ, അതിനെ അടിച്ച് നിരപ്പാക്കുവാൻ കഴിവുള്ളവനാ ദൈവം. പ്രൈസ് ദി ലോർഡ്. പിശാച് പിന്നെയും വന്ന് നിൽക്കുക. ദൈവം ചോദിച്ചു, എന്നെ വന്ന് നിൽക്കും. നീ പറഞ്ഞതുപോലെ യോബിന്റെ സമ്പത്തൊക്കെ അവനെ ആത്മീയത്തിൽ ഇങ്ങനെ നിർത്തിയെന്നാ പറഞ്ഞ. അവന്റെ സമ്പത്തും പിള്ളേരും എല്ലാം മാറ്റപ്പെട്ടിട്ട് ഇപ്പോഴും അവന് സ്തോത്രം പറഞ്ഞിരിക്കുന്നല്ലോ. ഉടനെ പിശാച് അടുത്ത പോയിന്റ് പറയാ, തൊക്കിന് പകരം തോക്ക്. വലിയ സൂത്രശാലിയാ. തൊക്കിന് പകരം തോക്ക്. ആ മനുഷ്യൻ തനിക്ക് ജീവന് വേണ്ടി തനിക്കുള്ളതെല്ലാം കൊടുക്കും. അങ്ങനല്ലേ നമ്മളെ വായിച്ചേ? സാത്താൻ യഹോവയോട്, ത്വക്കിന് പകരം ത്വക്ക്. ത്വക്കിന് പകരം ത്വക്ക്. ഇവന്റെ പോയിന്റ് ത്വക്കിന് പകരം ത്വക്ക്. മനുഷ്യൻ തനിക്കുള്ളതൊക്കെയും തന്റെ ജീവന് പകരം കൊടുത്തു കളയും എന്ന് പറഞ്ഞ സാത്താൻ പറഞ്ഞതിന്റെ ഒരു ആശയം ഇതാ. ഒരു മനുഷ്യന് ലോകത്തിൽ ഏറ്റവും വലുതെന്നതാ? ഉറക്കെ പറ. അതാ അവന് എല്ലാവർക്കും അവനവന്റെ ജീവനാ വലുത്. എന്റെ അച്ഛൻ എനിക്ക് ജീവനാ. പിന്നെ ചുമ്മാ അച്ഛൻ ഇതൊന്നും കേട്ട് ഇളകരുത്. എന്റെ ഭാര്യ എന്റെ, പിന്നെ അവള് മരിക്കട്ടെ, പിറ്റേ മാസം നീ കല്യാണം നടത്തും. ആ നോട്ടോ ഇരിപ്പം കാണുമ്പോ അറിയാം. പിന്നെ ഇനിയിപ്പം അത് പ്രാർത്ഥിച്ചു നോക്കുവൊന്നും വേണ്ട. കുറ്റമല്ല ഈ പറഞ്ഞത്, അല്ലെ മറുവശമുണ്ട്. ഈ ഞാനൊരു ആശയം പറയാൻ നിങ്ങൾ ഇഷ്ടമുണ്ടെ യോജിച്ചാൽ മതി കേട്ടോ. ഭർത്താവ് മരിച്ചാൽ ചിലയിടത്ത് ഭാര്യമാര് വിവാഹം വീണ്ടും കഴിക്കുന്നത് വിരളമാണ്. അതിന് പല വശങ്ങളുണ്ട്. അമ്മയും മക്കളുമായിട്ട് കുറച്ചുകൂടെ അടുപ്പമാണ്. ഉദാഹരണം, 60 വയസ്സുള്ള അമ്മച്ചിയുടെ ഭർത്താവ് 68 വയസ്സുള്ള അച്ചായൻ മരിച്ചു. അമ്മച്ചിക്ക് 60 വയസ്സായി. അപ്പം ചില അമ്മച്ചിമാര് പിന്നെ വിവാഹത്തിന് മുതിരുകയല്ല. കാരണം കൂടെ പറയാം. ഒരു വശമാ പറയുന്നത്. മൂത്ത മകനും ഭാര്യയും വീട്ടിലുണ്ട്. അപ്പോൾ അമ്മ വിവാഹം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം മരുമകൾ അടുക്കളയിൽ കയറുമ്പോൾ അമ്മയ്ക്കും അടുക്കളയിൽ സ്വാതന്ത്ര്യമായിട്ട് ചെല്ലാം. എന്തെങ്കിലും മൂടി വെക്കുക, അന്നെ അമ്മയ്ക്ക് എടുത്ത് കഴിക്കാം. അല്ലെങ്കിൽ എന്തുവാ കൊച്ചാതിരിക്കുന്നല്ലേ അത് താന്നൊക്കെ അടുക്കളയിൽ കയറി. അപ്പനതൊക്കത്തില്ല. ഞാനതിൻ്റെ ഒരു വശമാണ്. അപ്പനത് ഒക്കത്തില്ല. അപ്പൊ എൻ്റെ അഭിപ്രായമായി, ഇഷ്ടമുണ്ടോ ചോദിച്ചാൽ മതി. ഭാര്യ മരിക്കുന്ന, ഞാൻ ആരെയും കൊല്ലാൻ കൊണ്ടുവന്നതല്ല കേട്ടോ. ഭാര്യ മരിക്കുന്നെങ്കിൽ ഒരു 68 വയസ്സുണ്ടെങ്കിൽ വിവാഹം കഴിക്കണമെന്നായി എൻ്റെ വാദം. അതെ, അത് ജഡീക ഉല്ലാസത്തിന്റെ ഉദ്ദേശം വെച്ചല്ലി പറഞ്ഞത്.
അമ്മയ്ക്ക് ജീവിതത്തിൽ അടുക്കളയിൽ കയറുകയോ എടുത്ത് കഴിക്കുകയോ കുടിക്കുകയോ ഏത് സമയത്തും കയറാം. അപ്പൻ അങ്ങനെ ചെല്ലുക എന്നല്ലോ ബുദ്ധിമുട്ടുണ്ടാകും. 2 ദിവസം ഒന്ന് അടുക്കളയിൽ കയറി, മരുമകൾ അടുക്കള നിൽക്കുമ്പോൾ അപ്പം കയറിയ അവള് പിറ്റേന്ന് ഭർത്താവിനോട് പറയും നിങ്ങളുടെ അച്ചായന്റെ രീതിയൊന്നും അത്ര ശരിയല്ല. അവൻ ചോദിക്കുക എന്നെ പപ്പായ്ക്ക് എന്നെ ഞാൻ അടുക്കളയിൽ കയറുമ്പോൾ പുള്ളിയും പമ്മി ഉദ്ദേശം എന്തുവാന്നുള്ളത് ദൈവം അറിയട്ടെ. ഞാനതിൻ്റെ ഒരു വശമായി പറഞ്ഞത്. നമുക്കത് ഇനി അത് ചിന്തിച്ചോണ്ടിരിക്കണ്ട. കല്യാണത്തിന്റെ കാര്യം അതങ്ങ് വിടെ. നമ്മൾ എടുത്ത പോയിന്റ് വാ, നീ അതിങ്ങനെ ആലോചിച്ച് നേരെ പാസ്റ്റ് പറഞ്ഞതാ ശരി. ഒന്നാമത് സമയമില്ലേ. അപ്പൊ ഒരു മനുഷ്യന് ഏറ്റവും വലുത് അവനവന്റെ ജീവനാണ്. എല്ലാവർക്കും അതാ വലുത്, അവനവന്റെ സ്വന്തം ജീവൻ. മക്കളെക്കാൾ വലുത് അവനവന്റെ ജീവനാണ്. എല്ലാവർക്കും പാസ്റ്റർമാരാകുന്ന ഞങ്ങൾ പറയും എനിക്ക് ജീവനാ നിങ്ങൾ ഉമ്മ പറയാന്നാ കേട്ട് ഇളകരുത്. പാസ്റ്റർമാരോട് വിശ്വാസം പറഞ്ഞ പാസ്റ്റർ എനിക്ക് ഈ ചുമ്മാതാ നീ കിടന്ന് ലോറിയിൽ നിന്നും പറയരുത്. അത് കേട്ടോണ്ട് ഉമ്മ പറയുന്നത് എല്ലാവർക്കും അവനവന്റെ ജീവനാ. ഈ ഒരു ചിന്തയും വൈപ്പും ധാരണയുണ്ട്. അമ്മമാർക്ക് അപ്പന്മാരെക്കാളും കുഞ്ഞുങ്ങളോട് സ്നേഹം എന്ന ഒരു അങ്ങനെ ഉണ്ട്. അത് പരീക്ഷിക്കാൻ വേണ്ടി പണ്ട് അമേരിക്കയിലോ ഏതോ രാജ്യത്തൊരു പരീക്ഷണം നടത്തി. ഒരു തള്ളക്കുരങ്ങും അതിൻ്റെ കുഞ്ഞു കുരങ്ങും, ഈ കുരങ്ങിൻ്റെ കുഞ്ഞ് രണ്ടിനെയും കൂടെ ഒരു വലിയ ചില്ലുകൂട്ടിനകത്തിട്ട് തള്ളക്കുരങ്ങിനെ അതിൻ്റെ കൊച്ചിനെ ഇങ്ങനെ കൂടിനകത്ത് എന്നിട്ട് മേളിൽ നിന്ന് വെള്ളം ഒഴിക്കാൻ തുടങ്ങി. വെള്ളം ഒഴിച്ചൊടിച്ചൊടിച്ചൊടിച്ചൊടിച്ചൊടിച്ചോ ഈ കുഞ്ഞു കുരങ്ങ് മുങ്ങാറായപ്പോൾ തള്ള കൊച്ചിനെ അങ്ങ് അമ്മയുടെ വാത്സല്യം എടുത്ത് പിന്നെയും മേളിൽ നിന്ന് വെള്ളം വരിക, ഒഴിച്ചോണ്ടിരിക്കുക. അങ്ങനെ ആയി കൊച്ചിനെ ഇങ്ങനെ ഇവിടെ ഒക്കത്തിരുമ്പോൾ പിന്നെയും വെള്ളം വന്നപ്പോൾ വെള്ളം പൊങ്ങിയപ്പോൾ കൊച്ചിനെ അമ്മ ഉയർത്താൻ തുടങ്ങി. അപ്പൊ പിന്നെയും വെള്ളം വരിക, അങ്ങനെ ഉയർത്തത് ഈ അമ്മയുടെ ഈ ഭാഗം വരെ വെള്ളമായി. അപ്പൊ പിന്നെ എത്തിക്കുത്തി കുഞ്ഞിനോടുള്ള വാത്സല്യം എത്തിക്കുത്തി വെള്ളം പിന്നെയും വന്ന് അമ്മയുടെ മൂക്ക് മുട്ടി മുങ്ങാറായപ്പോ കൊച്ചിനെ താഴോട്ടിട്ട് അതിന്റെ പുറത്ത് കയറി നിന്നു. കാരണം അത്രയും കൂടെ പൊക്കം കിട്ടുക എന്നെ കുറച്ചു നേരം കൂടെ അമ്മയ്ക്ക്. ഇതാ മനുഷ്യപ്രകൃതി. എന്നാൽ അപ്പനേക്കാൾ അമ്മയേക്കാൾ ഉറ്റു സ്നേഹിക്കുന്ന ഒരു നല്ല യേശു ഉണ്ട്. ആ യേശുവിന് ഇന്ന് രാത്രി നീ ഹൃദയം കൊടുക്കാൻ, ആ യേശുവിനായി നിന്റെ ജീവിതം സമർപ്പിക്കേ. അവിടെ അരുളി ചെയ്തു ഞാനോ ലോകാവസാനത്തുള്ള എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ശ്രദ്ധിക്കുക, സാത്താന്റെ ഒരു പ്രകൃതി തോറ്റാലും പുറകോട്ട് പോകത്തില്ല, വീണ്ടും വന്ന് തോണ്ടും. അതാണ് 2:1 വായിക്കുന്നത്. പിന്നെയും പിശാച് വന്നു. അപ്പൊ ദൈവം ചോദിച്ചു സാത്താനെ, നീയല്ലേ പറഞ്ഞു യോബിന്റെ സമ്പത്തും പിള്ളേരും എല്ലാം മാറ്റപ്പെടുമ്പോ അവൻ പരാജയത്തിന്റെ പല്ലവി പാടും, അതെല്ലാം നഷ്ടപ്പെട്ടിട്ട് അവൻ സ്തോത്രം ചെയ്യുകയും ദൈവത്തെ സ്തുതിക്കുന്നു. അന്നേരം പിശാച് പറയാ തോക്കിന് പകരം തോക്ക്. മനുഷ്യൻ തനിക്കുള്ളതൊക്കെ അവന്റെ ജീവന് പകരം കൊടുക്കുക. എല്ലാവർക്കും അവനവന്റെ ജീവനാ വലുത്. അപ്പൊ പിശാച് പറഞ്ഞതിന്റെ ആശയം അവന്റെ പിള്ളേരെ സമ്പത്തിനെയാ തൊട്ടത്, അവനെ തൊട്ടില്ലല്ലോ. ഇല്ല, അവനെ തോട് എന്നാലും അറിയാം വിവരം. ഇതാ പിശാച് പറഞ്ഞതിന്റെ ആശയം, അവനെ തോട് എന്നാലും അറിയാം വിവരം. അപ്പൊ ദൈവം പറഞ്ഞു അവനെ കൂടെ നിന്റെ കൈ തരുന്ന. അടുത്ത വാക്യം വായിച്ചേ മോളെ. നിന്റെ കൈ നീട്ടി അവന്റെ അസ്ഥിയും മാംസവും ഒന്ന് തൊടുക. പിശാച് പറഞ്ഞ ഇതുവരെ അവന്റെ സമ്പത്തും പിള്ളേരെ തൊട്ട് അവനെ തൊട്ടില്ല. അതാ അവനിപ്പോൾ സ്തോത്രം പറഞ്ഞത്. നിന്റെ കൈ നീട്ടി അവന്റെ അസ്ഥിയും മാംസം തൊടുക, അന്നേരം അറിയാം തനി നിറം. അടുത്തത് അവൻ നിന്റെ മുഖത്ത് നോക്കി ത്യജിച്ചു പറയുമെന്ന്. അന്നേരം അവനെ തൊടുമ്പോ അവൻ നിന്റെ മുഖത്ത് നോക്കി നിന്നെ ത്യജിച്ചു പറയും. യഹോവ സാത്താനോട്, ഉടനെ ദൈവം സാത്താനോട് പറയാ ഇതാ അവൻ നിന്റെ കയ്യിൽ. അങ്ങനെയാണെങ്കിൽ പിശാച് ഇതാ ഇയ്യോബിനെയും കൂടെ നിന്റെ കയ്യിലോട്ടെങ്കിൽ തരിക. കണ്ടോ, ആദ്യം പറഞ്ഞു അവൻ ഉള്ളതെല്ലാം നിന്റെ കയ്യിൽ തരിക, അവനെ തൊടരുത്. അപ്പൊ അവനുള്ളതെല്ലാം തൊട്ടപ്പോഴും പിന്നെ അവൻ സ്തോത്രം പറയുന്നു. അപ്പൊ 2-ാമത്തെ അധ്യായത്തിൽ പിശാചിനോട് കഴിയുമ്പോ അങ്ങനെ ഇതാ ഇയ്യോബിനെയും കൂടെ നിന്റെ കയ്യിലോട്ട് അങ്ങ് തരിക, പക്ഷേ അവന്റെ പ്രാണനെ മാത്രം തൊടരുതെന്ന് കൽപ്പിച്ചു. പ്രാണനെ തൊട്ടേക്കരുത്. ദൈവം പറയാതെ നിന്റെ പ്രാണൻ പോകത്തില്ല. ദൈവം അനുവദിക്കാതെ നിന്റെ ജീവൻ പോകുകയല്ല. നിന്റെ ജീവൻ അവിടുത്തെ ഭാണ്ഡത്തിൽ കെട്ടപ്പെട്ടു വെച്ചിരിക്കുക.
ജീവന്റെ മേൽ അധികാരമുള്ളവൻ യേശുവാ. പ്രാണന്റെ മേൽ അധികാരമുള്ളവൻ യേശുവാ. ഞാനൊരു കാര്യം എന്നെ കേൾക്കുന്നവരോട് പറയാ, ഏത് മാരക രോഗം വന്നാലും ദൈവം പറയാതെ നിന്റെ ജീവൻ പോകുകയല്ല. ഡോക്ടർമാര് പറഞ്ഞായിരിക്കും ക്യാൻസറാ, അത് പരിശോധിച്ച് കണ്ടതാ, ബയോപ്സി കഴിച്ചു ക്യാൻസറാ ആയിക്കോട്ടെ, ബ്രെയിൻ ട്യൂമർ ആട്ടെ, അങ്ങനെ ആയിക്കോട്ടെ, കിഡ്നി രണ്ടും ഫെയിൽ ആയിക്കോട്ടെ, ഹാർട്ടിന് 8 ബ്ലോക്ക് ഉണ്ട്, 8ഓ 16ഓ ആയിക്കോട്ടെ, RCC ഉപേക്ഷിച്ചതാ ആയിക്കോട്ടെ, പക്ഷെ ദൈവം അനുവദിക്കാതെ നിന്റെ ജീവൻ പോകുകയല്ല. ദൈവം അനുവദിക്കാതെ നിന്റെ പ്രാണം പോകത്തില്ലെന്ന് ജീവന്റെ മേലധികാരമുള്ളവൻ യേശുവാ. പ്രൈസ് ദി ലോർഡ്. മാറാരോഗമായിരിക്കാം, തീരാവ്യാധിയായിരിക്കാം, ഏത് അവനത് കെടുതികളായിരിക്കാം, ദൈവം അനുവദിക്കാതെ നിന്റെ പ്രാണം പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ജീവന്റെ മേലധികാരമുള്ളവൻ യേശു. സ്വർഗത്തിനും ഭൂമിയിലും സകല അധികാരവും നമ്മുടെ കർത്താവിന്. ജീവനെ ജീവനെ നമോ നമോ, ജീവനെ ജീവനെ നമോ നമോ, പാപികൾക്ക് നിദാനന്ദ പ്രദന കൃപാകര, നീ വാനോർ വാഴ്ത്തുനായക ഞങ്ങളിൽ. ജീവനെ ജീവനെ നമോ നമോ, ജീവനെ ജീവനെ നമോ, പാപികൾക്ക് നിദാനന്ദ പ്രദന കൃപാകര, നീ വാനോർ വാഴ്ത്തും നായക ഞങ്ങളിൽ. ജീവജാല പാലക നമോ നമോ, ജീവജാല. ആണ്ട് പാടാൻ നേരമില്ല. കർത്താവിന് മഹത്വം. ജീവന്റെ മേൽ അധികാരമുള്ളവൻ യേശുവാ. നിന്റെ പ്രാണം പോകണമെങ്കിൽ ദൈവം അനുവദിക്കണം. നിന്റെ ജീവൻ നിന്നിൽ നിന്ന് മാറ്റപ്പെടണമെങ്കിൽ യേശു അനുവദിക്കണം. യേശു അറിയാതെ, ദൈവം അറിയാതെ നിന്റെ പ്രാണൻ പോകത്തില്ല. ഇന്ന് രാത്രി മരണഭീതികളിൽ വലയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ആ മരണഭീതിയെ ഇന്ന് രാത്രി ദൈവം അറുത്തു മാറ്റാൻ പോവുക. ഇന്ന് രാത്രി ദാവീദ് പറഞ്ഞതുപോലെ, സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ, നീ വിശ്വാസത്തോടെ പറ, ഞാൻ മരിക്കത്തില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. വിശ്വാസത്തോടെ പറ, വിശ്വാസത്തോടെ പറ, ഞാൻ മരിക്കത്തില്ല, ഞാൻ മരിക്കത്തില്ല, ഞാൻ ജീവനോടിരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. വിശ്വാസത്തോടെ പറയാൻ. മരണഭീതികൾ മാറട്ടെ, ചിത്തഭ്രമങ്ങൾ മാറട്ടെ, ആകുലചിന്ത മാറട്ടെ, ജനത്തെ കാർന്നു നിന്ന് അന്ധകാരത്തിന്റെ പോരുകൾ ഇന്ന് രാത്രി അഴിയട്ടെ. ഉടമന ബദലപടബലപദ. ഇന്ന് രാത്രി നമ്മുടെ കൺവെൻഷനാ, പക്ഷേ ഇതൊരു ആത്മീയ അന്തരീക്ഷത്തിലെ യോഗമാ. ഈ രാത്രി രോഗശാന്തി നടക്കുന്ന യോഗമാ. ഇന്നലെ ഞാൻ ഓർപ്പിച്ചല്ലോ, ചില മാറാ രോഗം ഇന്ന് രാത്രി സൗഖ്യമാക്കും യേശുവിന്റെ ശക്തി. ബലപ്പെട്, 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 ബലപ്പെട്. നീ രോഗിയായിട്ടാ വന്നത്, പക്ഷെ സൗഖ്യത്തോടെ തിരിച്ചു പോകണം. നിന്റെ അസ്ഥിക്കകത്ത്, ഞരമ്പിനകത്ത്, ധമനിക്കകത്ത്, സിരക്കകത്ത്, അത് ഹാർട്ട് അറ്റാക്കിന്റെ വിഷയമാകട്ടെ, ഏത് മാറാ രോഗമാകട്ടെ, ഇന്ന് രാത്രി യേശു നിന്നെ സൗഖ്യമാക്കും. അധികാരി യേശുവാ. വന്നതുപോലെ നീ പോകത്തില്ല. സൗഖ്യത്തോടെ, വിടുതലോടെ, ആശ്വാസത്തോടെ, ബലത്തോടെ ഇന്ന് രാത്രി ദൈവം നിന്നെ അയക്കും. വിടുതൽ, വിടുതൽ, വിടുതൽ. ഇന്ന് രാത്രി ദൈവിക വിടുതൽ. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ദൈവശക്തി വ്യാപരിക്കാൻ. അകത്തും പുറത്തും ഇരിക്കുന്നവർ, വെളിയിലിരിക്കുന്നവരോടും ദൈവാത്മാവ് പറയുകയാ, നീ രോഗിയായിട്ടായിരിക്കും വന്നത്, ഇന്ന് രാത്രി നിന്നെ സൗഖ്യമാക്കുന്ന യേശുവിന്റെ അധികാരത്തിന്റെ ശക്തി സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെ മുഴങ്കാലുകൾ മടങ്ങുന്ന, വിറയ്ക്കുന്ന യേശുവിന്റെ പരിശുദ്ധ നാമം, എല്ലാ നാമത്തിലും മേലായ നാമം, രോഗികളെ സൗഖ്യമാക്കുന്ന നാമം, ഭൂതങ്ങൾ വിട്ടുപോകുന്ന നാമം, പുതുഭാഷകളെ സംസാരിപ്പിക്കുന്ന നാമം, അവൻ അത്ഭുതങ്ങൾ നടക്കുന്ന നാമം, അവൻ യേശുവിന്റെ നാമത്തിൽ. Praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ശിരസ് മുതൽ പാദം വരെ ദൈവശക്തി വ്യാപരിക്കട്ടെ. രോഗബന്ധനം ഇന്ന് രാത്രി അടിയട്ടെ. രോഗാത്മാവ് ഇന്ന് രാത്രി അടിയട്ടെ. രോഗ കിടക്ക ഇന്ന് രാത്രി മാറ്റി പിരിക്കട്ടെ. ദീനത്തിൽ കിടക്ക മാറ്റി പിരിക്കുന്ന ദൈവശക്തി ഇന്ന് രാത്രി വെളിപ്പെടട്ടെ.
ഓ ജീസസ്. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ മഹത്വം, 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 ദൈവത്തിന് മഹത്വം. കരമുയർത്തി ഹല്ലേലൂയ പാട്. ഈ രാത്രി നിന്നെ വിടുവിക്കുന്ന യേശു, സകലത്തിന് മേൽ ഈ അധികാരി യേശുവാ. അതുകൊണ്ടാ കർത്താവ് പറഞ്ഞത് ഇയ്യോബിനെ കൂടെ നിന്റെ കയ്യിലോട്ട് തരിക, പക്ഷെ അവന്റെ പ്രാണനെയൊന്നും നീ തൊട്ടാക്കണ്ട. ആട്ടെ, പിശാച് ലജ്ജയില്ലാത്തവൻ അവനോർത്ത് ആട്ടെ, പ്രാണനെ തൊട്ടില്ലെങ്കിലും അവനെ തൊടാവല്ലോ. അങ്ങനെ പിശാച് സന്തോഷിച്ച് പുറപ്പെട്ടു വന്ന് ഇയ്യോബിനെ അങ്ങ് തൊട്ടു. തൊട്ടപ്പം ജോബിനെ തൊട്ട് കേട്ടോ, നന്നായിട്ട് തൊട്ടു. നിങ്ങൾക്ക് ആ ഭാഗമൊക്കെ അറിയാം. പരുക്കളും വ്രണവും, അടി തൊട്ട് മൂടി വരെ ഒരു സുഖമില്ല. ഭയങ്കര പരുവും വ്രണങ്ങളും ഒക്കെയാണ്. ഈ പരുക്കളെല്ലാം കൂടെ അങ്ങോട്ട് വ്രണമെല്ലാം കൂടെ വല്ലാതെ അട്ടങ്ങ് ചൊറിച്ചില്ല. ഇയ്യോബ് ഓട്ട് കഷണമെടുത്ത് ചാരത്തിൽ പോയിരുന്ന് ഇങ്ങനെ ചൊരണ്ടുക, ചൊറിയുക. അതുപോലെ ഈ പരുവിന്റെ വരളയും അങ്ങനെയൊക്കെ ആണെന്നല്ലോ പണ്ടൊക്കെ. അങ്ങനെ പണ്ടൊരാൾ പറഞ്ഞു ഇയ്യോബിന് കരപ്പനായിരുന്നെന്ന്. ഇയ്യോബിന് പിന്നെ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ കൊച്ചുങ്ങൾക്ക് പണ്ട് കരപ്പൻ വരും, എനിക്കും വന്നിട്ടുണ്ട്. അതിന്റെ പാട് ഇപ്പോഴും ഈ മുട്ടിന് കീപ്പോട്ട് ഉണ്ട്. തീ കരപ്പൻ എന്നൊക്കെ പറയും. ഇവിടെ എന്നെ കരപ്പൻ എന്നാണോ പറയുന്നത്? അപ്പൊ ഞങ്ങളുടെ അമ്മയൊക്കെ ചെയ്യുന്നത് ഈ ഒരുവേരന്റെ ഇല ഇട്ട് വെള്ളം തിളപ്പിക്കും. ഇവിടെ എന്തോ അതിന് പറയാമെന്ന് അറിയത്തില്ല. പെരിങ്ങലോ എന്നൊക്കെ പറയും. ഇവിടെ എന്തോ പറയാന്? അതിന് ഒറ്റ നീണ്ട വേരാ, അതിനാ ഒരു വേരനെന്നാ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും. അല്ലെ പെരിങ്ങലോ എന്നൊക്കെ പറയും. അല്ലെ ചിലർ കൊടിയുടെ ഇല ഇടും, കുരുമുളക് പൊടി. ഈ പെരിങ്ങലത്തിന്റെ ആ ഇടുന്നേ. അപ്പം വെള്ളം ഇട്ട് തിളപ്പിച്ച് അത് എടുത്ത് കൂട്ടിപ്പിടിച്ച് തിരുമും. അയ്യോ, നമ്മൾ മേലുകീട് ചാടും. അത് നല്ലതാ. അത് കരപ്പനാ. ഇയ്യോബിന് കരപ്പനൊന്നും അല്ല വന്നത്. ഇയ്യോബിന് കരപ്പൻ വന്നുള്ള ലാഘവത്തോട് കേൾക്കുകയും ചെയ്യരുത്. എനിക്കും കരപ്പൻ വന്നാ ഇയ്യോബിന് മാത്രമല്ല. ഇയ്യോബിന് പരുക്കളും വ്രണങ്ങളും അസഖ്യമായ വേദന. ഇത് രൂക്ഷമായപ്പോൾ ഇയ്യോബ് ചാരത്തിൽ പോയിരുന്ന് ഓട്ട് കഷണമെടുത്ത് ഇങ്ങനെ ചുരണ്ടി ചൊറിഞ്ഞിരിക്കുക. ഇടയ്ക്ക് കയറി പറയാം, ഇയ്യോബിന് ഈ കഷ്ടതയും ഈ പ്രയാസവും വരുമ്പോ വന്നപ്പം ഓട്ട് കഷണമെടുത്ത് എന്തുകൊടുക്കുകയായിരുന്നു? ചുരണ്ടുകയും ചൊറിയുകയും ചെയ്യുക. ഈ ഭക്തനും അഭക്തനും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പറഞ്ഞു വെച്ചങ്ങ് പോകാം. ഭക്തനായ ഇയ്യോബിന് ഈ രൂക്ഷമായ അസഖ്യമായ വേദനയും ചൊറിച്ചിലും വന്നപ്പം ചാരത്തിൽ പോയി ഓട്ട് കഷണമെടുത്ത് ഇങ്ങനെ ചുരണ്ടുക, ചൊറിയുക. എന്നാൽ മർക്കോസ് 5 ചൊറിയായിരുന്നു. മർക്കോസ് 5 പറ, എന്തെടുക്കായിരുന്നു? നിങ്ങൾ അവന്റെ ഇടയ്ക്ക് അല്ലായിരുന്നല്ലോ. 5:5 വായിച്ചേ. അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടവിടാതെ നിലവിളിച്ചു. അടുത്തത് തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചും തന്നെത്താൻ കല്ലുകൊണ്ട് എങ്ങനെ ചതക്കുക. പുള്ളി എന്നെ നോക്കുന്ന മൈക്കിനിട്ട് ഇടിച്ചത് നീ ചെയ്യത്തില്ല. പാഷക്ക് ഇളക്കം കയറി എൻ്റെ മൈക്ക്. ഇയ്യോബിന് പ്രശ്നം വന്നപ്പോ ചെറുതായിട്ട് പറ ചൊരണ്ടി ചൊറിഞ്ഞു. മർക്കോസ് 5 പുള്ളിക്ക് പ്രശ്നം വന്നപ്പോ കണ്ടമാനം കല്ലെടുത്ത്. ഇതായി ഭക്തനും അഭക്തനും തമ്മിലുള്ള വ്യത്യാസം. ഭക്തന് പ്രശ്നം വന്നപ്പോ ചൊറിഞ്ഞു, അഭക്തന് പ്രശ്നം വന്നപ്പം ചതച്ചു. ഞാൻ പിന്നെ എൻ്റെ ഭാഷയെ പറയാം, കുണപ്പെട്ടവനും കുണപ്പെടാത്തവനും. കുണപ്പെട്ടവന് പ്രശ്നം വന്നപ്പോൾ ചെറുതായിട്ടൊന്ന് ചൊറിഞ്ഞു, കുണപ്പെടാത്തവൻ ചതച്ചു. അങ്ങനെയൊക്കെ ഗുണപ്പെടാത്തവരുണ്ട് ചില വീടുകളിൽ, എല്ലായിടത്തുമല്ല.
കുടുംബജീവിതമൊക്കെ നയിക്കുന്നവരല്ലേ, ഭാര്യയും ഭർത്താവും കൂടെ അഭിപ്രായ വ്യത്യാസം വരുമ്പം ചില വീടുകളിൽ ചില സഹോദരിമാര് അങ്ങേരെ തല്ലാൻ ഒക്കാത്തതിന് തന്നെത്താൻ എന്നും പറഞ്ഞ് അങ്ങേരെ തല്ലുന്ന സ്ഥലങ്ങളും കൊണ്ട് മേടിച്ചിട്ട് ആരോടും പറയാതെ സ്തോത്രത്തിൽ ജാഗരിക്കുന്നവരും. പിന്നെ ഞങ്ങളുടെ ഒരു അമ്മയുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, 98 വയസ്സുണ്ട്. ഒരിക്കൽ സംസാരിച്ചപ്പോൾ തൻ്റെ ഏടിയാ അവൻ പറഞ്ഞ് എൻ്റെ അച്ഛനൊഴിച്ച് ആരെന്നെ തല്ലിയാലും തിരിച്ചു തല്ലുവന്ന്. അപ്പം ആരൊക്കെ തല്ലി മേടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായില്ല. എൻ്റെ അച്ഛനൊഴിച്ച് ആരെന്നെ അടിച്ചാലും ഞാൻ തിരിച്ചടിക്കാം. അപ്പൊ ആരൊക്കെ അടി മേടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായല്ലോ. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ചെയ്ത കാര്യത്തെ ഞങ്ങൾ സംസാരിച്ച അമ്മച്ചി എന്നെ മരുമക്കളെ തല്ലിയെന്നാ നാട്ടുകാർ പറയാൻ. പിന്നെ ഞാൻ 4 മണിക്കൂർ ഇതിനെ അടിച്ച് തോട്ടിക്കളഞ്ഞാന്ന് പറഞ്ഞു. ഇപ്പോഴും ഉണ്ട്. അതെ, അപ്പൊ ചില വീടുകളിലെ കുടുംബജീവിതമല്ലേ, പ്രശ്നങ്ങളും അതുപോലെ പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ ചില സഹോദരിമാർ സഹിക്കാൻ പറ്റാതെ വരുമ്പം അങ്ങേരെ തല്ലാൻ ഒക്കത്തില്ല, തന്നെത്താൻ നെഞ്ചിനിട്ട് ഇടിക്ക് തന്നെത്താൻ അങ്ങനെയൊക്കെയാ. അങ്ങനെയൊക്കെയുള്ള ചിലരുണ്ട്. അങ്ങനെയൊക്കെ വീടുകൾ നടക്കുമ്പോൾ സമയം കിട്ടുകയാണെങ്കിൽ സഹോദരന്മാര് ഞായറാഴ്ച സാക്ഷ്യം പറയുമ്പോൾ പരിജ്ഞാനത്തോടെ പറയണം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ ആഴ്ച മർക്കോസ് 5 നിറവേറി, അത്രോ പറയാവുള്ളൂ. അപ്പം ഞങ്ങൾക്ക് പിടി കിട്ടും, അങ്ങനെ പറയാവുള്ളൂ, അല്ലാതെ തെളിച്ച് പറയരുത്.